ഗവൺമെൻറ് മാത്രം വിചാരിച്ചതുകൊണ്ട് നമുക്കിത് പ്രോപ്പറായി ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം. കാരണം ജനങ്ങൾ സ്വമേധയാ ചിന്തിച്ച് വന്നാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയുള്ളൂ. നമുക്ക് പറയാം, നമ്മളിപ്പോൾ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഊട്ടി ബോർഡർ കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വണ്ടി ചെക്ക് ചെയ്യും. അവിടുത്തെ പോലീസും അവിടുത്തെ സ്ക്വാഡൊക്കെ വന്ന് ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അവർ തന്നെ വാങ്ങിച്ചിട്ട് അവിടുത്തെ ബിന്നിൽ കൊണ്ടുപോയിടും. എന്നിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് എൻട്രി പാസ് തരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഊട്ടി കാണാൻ പോകുന്ന ആളുകൾ അത് അനുസരിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരെ നമ്മൾ താമരശ്ശേരി ചുരത്തിലെടുക്കാം. നമ്മൾ താമരശ്ശേരി ചുരത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഭക്ഷണത്തിൻ്റെ ബോക്സും അതേപോലെ എല്ലാം പാക്ക് ചെയ്തിട്ട് പോകുന്നത്. ചുരത്തിൽ നിന്ന് കഴിക്കാം, ആർക്കും തടസ്സമില്ല, പ്രശ്നമില്ല. പക്ഷെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല, ജനങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. കാരണം ജനങ്ങൾക്കിത് ആവശ്യമായുള്ള ഫെസിലിറ്റി ഉണ്ടാക്കണം, ഗവൺമെൻറ് ജനങ്ങൾക്ക് ആവശ്യമായുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ മാത്രമേ ഇതിനൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. കുറച്ചു കാലം മുമ്പ് നമ്മൾ കൊച്ചി വരുമ്പോൾ മൂക്ക് പൊത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കൊച്ചി എത്തി എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവുകയത്. അപ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൂക്ക് പൊത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരുപാട് ജനങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ മാറ്റമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇനി ഓരോ ദിവസവും ഉണ്ടാകേണ്ടത്. മാറ്റങ്ങൾ കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയുള്ളൂ. നമ്മൾ വാശി പിടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല.